നേമത്ത് ഇനി നടത്താനൊന്നുമില്ല. വേറെ ഏതെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പറയട്ടെ. എല്ലാ കാര്യങ്ങളും 100% പൂർത്തീകരിച്ചത്, 80% പൂർത്തീകരിച്ചത്, 50% പൂർത്തീകരിച്ചത്. ഒരു മണ്ഡലത്തിലെ 21 സ്കൂളിൽ 23 സ്കൂളും പുതിയ കെട്ടിടം എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്നത്? നേമത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കും. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അവർ ഇനിയിപ്പം നിയമവും മറ്റു ചില മണ്ഡലങ്ങളും കൂടെ വെച്ച് കച്ചവടം നടത്താനാണോ ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ചതും അറിയില്ല. എന്തായാലും വരട്ടെ, വരുമ്പം കാണാം. വട്ടിയൂർക്കാവ് മണ്ഡലം, പരവൂർ മണ്ഡലം തുടങ്ങിയ മണ്ഡലങ്ങൾ വെച്ച് വിലപേശുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം താമസിക്കുന്നത്. വളരെ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ ഒരു വീക്ക് സ്ഥാനാർത്ഥികൾ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഈ LDFിൻ്റെ ഭീഷണിയൊന്നുമല്ല. നേരത്തെ വീക്ക് സ്ഥാനാർത്ഥി ഇട്ട് അവർ ചർച്ച അവർ തമ്മിൽ ധാരണ ഉണ്ടായ അവസരത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. സുരേന്ദ്രപിള്ള മത്സരിച്ചിട്ടുണ്ട്. ഇതെല്ലാം 15,000 താഴെയുള്ള വോട്ട് പിടിച്ച കാലഘട്ടമാണ്. മുരളീധരൻ മത്സരിച്ചു. മുരളീധരനാണ് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിട്ടുള്ളത്. 30,000 വോട്ട് താഴെ പിടിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഏത് കണക്കെടുത്ത് നോക്കിയാലും LDF ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്.